Dear students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ലാസ്റ്റ് വീഡിയോന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. സിക്നസ് ഇൻ സ്മോൾ സ്കെയിൽ സെക്ടർ എന്നുള്ള ടോപ്പിക്കിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. അതിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നത് റെമഡിയൽ മെഷേഴ്സ് ഫോർ ഇൻഡസ്ട്രിയൽ സിക്നസ്. അതിൽ സിക്ക് ഇൻഡസ്ട്രിയൽ പോളിസി 1978 സിക്ക് ഇൻഡസ്ട്രീസ് പോളിസി 1981, then Sick Industrial Companies Act, steps taken by the banks and IDBI special cell. 3 points are we last video to discuss. Then today we are going to discuss the next remedial measures, that is Industrial Reconstruction Corporation of India, IRCI. IRCI government established ചെയ്തത് 1971 The intention is to revive and rehabilitate the sick units. അപ്പോൾ നമ്മൾ ഈ പറയുന്ന എല്ലാ മെഷേഴ്സും ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് സിക്ക് യൂണിറ്റുകളെ കണ്ടെത്തി അവയുടെ റിഹാബിലിറ്റേഷനും അവയുടെ റിവൈവലിനും വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. സോ ഇവരുടെ പ്രധാനമായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ആക്ട് ആസ് എ ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് എ റികൺസ്ട്രക്ഷൻ ഏജൻസി, അല്ലെ, ഒരു ലെൻഡിങ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടും അതുപോലെ ഒരു റീകൺസ്ട്രക്ഷൻ ഏജൻസി ആയിട്ടും പ്രവർത്തിക്കുക. ദെൻ ടു ഡയഗ്നോസ് ദ വേരിയസ് അലൈൻ യൂണിറ്റ്സ് ആൻഡ് ഗിവ് എക്സ്പെർട്ട് അഡ്വൈസ് ഫോർ റെമഡിയൽ ആക്ഷൻ. അല്ലെ, എന്തെങ്കിലും ഒരു സിക്ക് ആയിട്ടുള്ള, അല്ലെ, എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു രോഗാവസ്ഥയിലുള്ള യൂണിറ്റുകളെ കണ്ടെത്താനും അവയ്ക്ക് വേണ്ടിയിട്ടുള്ള എക്സ്പെർട്ട് അഡ്വൈസ് കൊടുക്കുക, അതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ റീകൺസ്ട്രക്ടിങ് ദ മാനേജ്മെന്റ് ഓഫ് എ യൂണിറ്റ്, ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റിന്റെ മാനേജ്മെന്റിൽ ഏതെങ്കിലും രീതിയിലുള്ള റീസ്ട്രക്ചറിങ് ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതും. Then providing technical and managerial guidance, ബിസിനസ്സിന് ആവശ്യമുള്ള ടെക്നിക്കൽ ആൻഡ് മാനേജറിയൽ ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും IRCIയുടെ മറ്റൊരു ഒബ്ജക്റ്റീവാണ്. And the last one is acting as a catalyst in securing assistance from banks, financial institutions and other government agencies. അപ്പോൾ ബാങ്കുകളിൽ നിന്നും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും മറ്റ് ഗവൺമെന്റ് ഏജൻസീസിൽ നിന്നുമൊക്കെ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതും ഇവയുടെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഓക്കെ, ഇപ്പോഴത്തെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞത് ഒബ്ജക്റ്റീവ് ആണ്. The functions of IRCI is to provide financial assistance to sick industrial unit. സിക്ക് യൂണിറ്റുകൾക്ക് ആവശ്യമുള്ള ധനപരമായിട്ടുള്ള അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. Then to provide managerial and technical assistance to sick industrial unit, managerial and technical assistance provide ചെയ്യുക. The next to ensure assistance of other financial institutions and government agencies for ensuring the revival and rehabilitation of sick units. അവർ ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും ഗവൺമെന്റ് ഏജൻസീസിൽ നിന്നും ഈ സിക്ക് യൂണിറ്റുകളുടെ റിവൈവലിനും റിഹാബിലിറ്റേഷനുമുള്ള അസിസ്റ്റൻസ് അവരിൽ നിന്നും ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അടുത്തൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. The next is to provide merchant banking services to banks in matters relating to sick industrial unit. അപ്പോൾ സിക്ക് ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ബാങ്കുകൾക്ക് എന്ത് ചെയ്യുക, മർച്ചന്റ് ബാങ്കിങ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. So these are the various functions which is performed by the Industrial Reconstruction Corporation of India. Then in 1985, the IRCI was converted into Industrial Reconstruction Bank of India. IRBI ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് 1985. Then the IRBI has been reconstituted into a full-fledged all-purpose development financial institution with effect from March 1997. And its new name is Industrial Investment Bank of India Limited. ഇപ്പോൾ ഇവരുടെ പേരെന്ന് പറയുന്നത് IIBI ആണ്. ഓക്കെ, IIBI means Industrial Investment Bank of India. ഓക്കെ, ദെൻ 1997 ഒരു ഫുൾ ഫ്ലഡ്ജ്, അല്ലേ, ഓൾ പർപ്പസ് ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് IRBI മാറിയിട്ടുള്ളത്. അപ്പോൾ IRBI മാറി ദെൻ അതിനുശേഷം 1997 IIBI ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. സോ അടുത്തൊരു റിവൈവലിന് വേണ്ടിയിട്ട്, അതായത് പുനരധിവാസത്തിന് വേണ്ടിയിട്ട്, അല്ലേ, ആരുടെ സിക്ക് യൂണിറ്റുകളെ പുനരധിവസിപ്പിക്കുന്നതിനും അവയെ എന്ത് ചെയ്യാണ്, അവയെ ഒന്ന് മോൾഡ് ചെയ്ത് നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് എടുത്തിട്ടുള്ള മെഷേഴ്സിൽ ഒന്നാണ് ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. Then now it is named as IIBI. The next remedial measures for the industrial sickness is Sick Industrial Undertaking Cell.
This is another cell set up in the RBI as a coordinating agency and a clearing house to get information relating to SIC units. SIC യൂണിറ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഒരു ക്ലിയറിംഗ് ഹൗസ് അല്ലെങ്കിൽ ഒരു കോർഡിനേറ്റിംഗ് ഏജൻസി എന്നുള്ള രീതിയിൽ RBI സെറ്റപ്പ് ചെയ്തിട്ടുള്ളതാണ് SIC ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് സെൽ എന്ന് പറയുന്നത്. Then the cell has issued suitable instruction to the commercial banks about monitoring of SIC units as well as about nursing such a unit. അപ്പോൾ ഇത്തരത്തിലുള്ള SIC യൂണിറ്റുകളെ മോണിറ്റർ ചെയ്യുന്നതിനും അവയ്ക്ക് ആവശ്യമുള്ള അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനും ആവശ്യമുള്ള ഇൻസ്ട്രക്ഷൻസ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ഇഷ്യൂ ചെയ്യുന്നതാണ് ഇവരുടെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. സോ SIC ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് സെൽ എന്ന് പറയുന്നത് SIC യൂണിറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോർഡിനേറ്റിംഗ് ഏജൻസിയും ഒരു ക്ലിയറിംഗ് ഹൗസുമായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു സെല്ലാണ്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ഈസ് മെഷേഴ്സ് ടേക്കൺ ബൈ ദി RBI. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ഒരു SIC യൂണിറ്റുകളെ റിവൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ മെഷേഴ്സ് ആണ് എടുത്തിട്ടുള്ളത് നോക്കാം. സോ ടു പ്രിവെന്റ് ദ യൂണിറ്റ് ഫ്രം ബിക്കമിങ് SIC, ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് ടേക്കൺ ദ ഫോളോയിങ് നെസസറി റെമഡിയൽ മെഷേഴ്സ്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് SIC ആവുന്നതിനെ തടയുന്നതിന് വേണ്ടിയിട്ട് RBI എടുത്തിട്ടുള്ള മെഷേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, so the first measures which is taken by the RBI was it has set up a SIC industrial undertaking cell to function as a clearing house for information on SIC units and act as a coordinating agency between the government, banks, financial institutions and other agencies with a view to tackle the various സിക്നസ് റിലേറ്റഡ് ഇഷ്യൂസ്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോയിന്റ് തന്നെയാണ് അല്ലേ. അപ്പോൾ RBI ആണ് ഈ ഒരു SIC ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് സെല്ല് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഇവരുടെ മെയിൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഇവയുമായി ബന്ധപ്പെട്ടുള്ള SIC യൂണിറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫോർമേഷൻസിന് വേണ്ടി ഒരു ക്ലിയറിംഗ് ഹൗസ് ആയിട്ട് പ്രവർത്തിക്കുക, അതുപോലെ തന്നെ ഒരു കോർഡിനേറ്റിംഗ് ഏജൻസി ആയിട്ടും ഫംഗ്ഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കോർഡിനേറ്റിംഗ് ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലാണ് ഈ SIC യൂണിറ്റുകളും ഗവൺമെന്റ് അല്ലെങ്കിൽ ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ മറ്റുള്ള ഏജൻസീസുമായിട്ടുള്ള ഒരു കോർഡിനേറ്റിംഗ് ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതും കൂടിയാണ് RBI എടുക്കുന്ന ഒരു മെഷർ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു SIC ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് സെല്ല് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്കറിയാം ഈ ഒരു SIC യൂണിറ്റുകളെ കണ്ടെത്തി അവയെ പുനരുജ്ജീവനം നടത്തുന്നതിന് വേണ്ടിയിട്ടില്ലേ, അവരെ റിവൈവ് ചെയ്യുന്നതിനും റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എടുക്കുന്ന മെഷേഴ്സാണ്. Measure is the RBI has constituted a standing coordination committee to consider issues relating to coordination between commercial banks and term lending institutions on an ongoing basis. അപ്പോൾ ഒരു തുടർച്ചയായിട്ട് പോകുന്ന തരത്തിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകളും ടേം ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും തമ്മിൽ ഉള്ള ഒരു കോർഡിനേഷൻ എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡിംഗ് കോർഡിനേഷൻ കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് മറ്റൊരു മെഷർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് എ സ്പെഷ്യൽ സെൽ ഹാസ് ബീൻ സെറ്റപ്പ് വിത്തിൻ ദ റീഹാബിലിറ്റേഷൻ ഫിനാൻസ് ഡിവിഷൻ IDBI to attend the cases of industrial sickness. അപ്പോൾ ഇൻഡസ്ട്രിയൽ സിക്നസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസസ് അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് IDBI ഒരു റീഹാബിലിറ്റേഷൻ ഫിനാൻസ് ഡിവിഷൻ തന്നെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് അടുത്തൊരു മെഷർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ RBI സ്യൂട്ടബിൾ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ബാങ്കുകൾക്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഓരോ സ്മോൾ സ്കെയിൽ സെക്ടറിൽ ഏത് SIC യൂണിറ്റിനാണ് കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ടത്, ആർക്കാണ് ബാങ്കിൽ നിന്നും ടൈംലി സപ്പോർട്ട് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ അനുയോജ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് RBI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ RBI കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഏത് യൂണിറ്റുകൾക്കാണ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പൊട്ടൻഷ്യലി വയബിൾ ആയിട്ടുള്ള യൂണിറ്റുകൾക്ക് മാത്രമായിരിക്കും ഇവർ കൂടുതലായിട്ട്, അതായത് റീഹാബിലിറ്റേഷൻ ചെയ്യുന്നതിനുള്ള വയബിലിറ്റി കൂടുതലുള്ള SIC യൂണിറ്റുകൾ ആർക്കാണോ അവയ്ക്കായിരിക്കും ഈ RBIയും കൂടുതലായിട്ട് എംഫസൈസ് നൽകുന്നത്. സോ ദീസ് ആർ ഓൾ ദ മെഷേഴ്സ് വിച്ച് ഇസ് ടേക്കൺ ബൈ ദി RBI to rehabilitate a SIC industrial unit. Okay. Then next one is assistance by SFCs. So the state financial corporations have run a scheme for rehabilitation of SIC units. The corporation provides a relief and concessions to potentially viable SIC unit. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷനും റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് SIC യൂണിറ്റുകളുടെ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഒരു സ്കീം റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവയും എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് ആർക്കാണ്, പൊട്ടൻഷ്യലി വയബിൾ ആയിട്ടുള്ള SIC യൂണിറ്റുകൾക്കാണ് കൂടുതൽ റിലീഫും കൺസെഷൻസും പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ദി അസിസ്റ്റൻസ് ഈസ് പ്രൊവൈഡഡ് അണ്ടർ ദി IDBI's റീഫിനാൻസ് സ്കീം ആൻഡ് ഗൈഡ് ലൈൻസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ RBIയുടെ ഗൈഡ് ലൈൻസിനനുസരിച്ചും IDBIയുടെ റീഫിനാൻസ് സ്കീമിന്റെയും അണ്ടറിൽ വരുന്നതിനനുസരിച്ചാണ് ഇവർ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, and under the scheme the relief and concessions are like a funding of overdue interest, waiver of penal interest, rescheduling of loans,
Then margin money for additional term loan is provided. So these are all the various relief and concession which is provided under the state financial corporations. Overdue ആയിട്ടുള്ള ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് കൊടുക്കുക, പീനൽ ഇൻട്രസ്റ്റ് ഒക്കെ ഒഴിവാക്കി കൊടുക്കുക, വേവ് ചെയ്യാന്നാണ് അത് ഒഴിവാക്കി കൊടുക്കുക, ലോണിൻ്റെ കാര്യങ്ങൾക്ക് റീഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക, അതിൻ്റെ പേയ്മെൻറ്റ് ഡേറ്റ് റീപേയ്മെൻറ്റ് ഡേറ്റ് മറ്റു കാര്യങ്ങൾക്ക് റീഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ അഡീഷണൽ ടേം ലോൺ അതിന് വേണ്ടിയിട്ടുള്ള മാർജിൻ മണി പ്രൊവൈഡ് ചെയ്യുക, ഇത്തരത്തിലുള്ളതൊക്കെയാണ് ഇവർ നൽകുന്ന റിലീഫും കൺസെഷൻ. ഓക്കെ, സോ ദീസ് ആർ ദ അസിസ്റ്റൻസ് പ്രൊവൈഡഡ് ബൈ ദ സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻസ്. Then the next three services by the technical consultancy organization like TICOs. TICOs provide ചെയ്യുന്ന സർവീസസ് എന്തൊക്കെയാണ്? Diagnostic studies to assess the working of existing units and diagnosing the reason for sickness. അപ്പം നിലവിലുള്ള യൂണിറ്റുകളെ അവർ ഡയഗ്നോസ് ചെയ്യുക, എന്താണ് ഇവരുടെ കേസ്, എന്താണ് ആ സിക്നസ് വരാനുള്ള കാരണം എന്താണെന്നുള്ളത് ഡയഗ്നോസ് ചെയ്ത് കണ്ടെത്തുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു സർവീസസ് എന്ന് പറയുന്നത്. Then the next is rehabilitation plan for reviving sick unit. നേരത്തെ പറഞ്ഞ പോലെ സിക്ക് യൂണിറ്റുകളെ പുനരുജ്ജീവനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള റീഹാബിലിറ്റേഷൻ പ്ലാനുകൾ കൊണ്ടുവരിക എന്നുള്ളതും. Then providing technical, managerial and commercial counseling. അപ്പോൾ അതൊരു കൺസൾട്ടൻസി ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ ടെക്നിക്കൽ ആയിട്ടുള്ള, മാനേജറിയൽ ആയിട്ടുള്ള, കമേഴ്ഷ്യൽ ആയിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കുക എന്നുള്ളതും ഇവരുടെ അടുത്തൊരു ഫംഗ്ഷൻസിൽ വരുന്ന അല്ലെങ്കിൽ ഇവരുടെ സർവീസസിൽ വരുന്നതാണെന്ന് പറയാം. Okay, അപ്പോൾ there will be offering various services to sick unit with a low profitability. അതിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് എല്ലാം. Then the last measure is margin money scheme. So the scheme was evolved by the central government for the revival of viable sick small scale industries. അപ്പോൾ സിക്ക് ആയിട്ടുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ റിവൈവലിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഇവോൾവ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള മറ്റൊരു സ്കീമാണ് മാർജിൻ മണി സ്കീം എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളത്. സോ ഓക്കെ, so these are all the measures which is taken for the industrial revival or the rehabilitation of the various industrial sick industrial units. ഇതിൽ പ്രധാനമായും 12 പോയിന്റ്സ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണിത്. നന്നായിട്ട് എല്ലാവരും പഠിക്കാം. ഓക്കെ, താങ്ക് യു.